സംസ്ഥാനത്തെങ്ങും മഴയാണ്. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. നഗരത്തിൽ പല മേഖലകളും വെള്ളക്കെട്ടിലാണ്. വ്യാപകമായ കൃഷിനാശമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടു ദിവസമായി പെയ്ത കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും ജനജീവിതം ദുസ്സഹമായി കഴിഞ്ഞു. കരിപ്പൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനങ്ങൾ വൈകി. കനത്ത മഴ മൂലം വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. നഗരത്തിലടക്കം പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ വാഹന ഗതാഗതമടക്കം തടസ്സപ്പെട്ടു. താമരശ്ശേരി ബസ് വേ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയും ചുങ്കം കാരടി LIC മുതൽ ഫെഡറൽ ബാങ്ക് വരെയും ദേശീയപാത വെള്ളത്തിൽ മുങ്ങി. കുറ്റ്യാടി ടൗണിൽ തൊട്ടിൽപ്പാലം റോഡും വെള്ളത്തിനടിയിലാണ്. നിരവധി കടകളിലും വെള്ളം കയറി. കൊണ്ടോട്ടി ചെറുകാവിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പന്തിരങ്കാവും സമാന അവസ്ഥയിലാണ്. ഇന്നലെ പെയ്ത മഴയിൽ വെള്ളം കയറിയ മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വെള്ളം പമ്പ് ചെയ്ത് നീക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. കുന്നമംഗലത്ത് പൊതുകിണർ ഇടിഞ്ഞു താണു. ആൾമറ ഉൾപ്പെടെയാണ് ഇടിഞ്ഞത്. മാവൂരിൽ റോഡുകൾ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ജില്ലയിൽ വ്യാപകമായ രീതിയിൽ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാവൂരിൽ ഏക്കർ കണക്കിന് വാഴ കൃഷിയാണ് നശിച്ചത്. നെൽകൃഷിയും പച്ചക്കറി കൃഷിയും അടക്കം പലയിടങ്ങളിലായി വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. ജില്ലയിൽ 4 കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്.